നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ RHOS എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് നോക്കാൻ പോകുന്നത്. RHOS ഒരു ടെക്സ്റ്റ് സ്പീച്ച് എഞ്ചിനാണ്, TTS എഞ്ചിനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം RHOS വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്ക് നേരിട്ട് സെറ്റിങ്സിൽ പോയി സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് അലൻ എന്ന് പറയുന്ന വോയിസാണ്. കുറേ വോയിസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിട്ടിരിക്കുന്നത് അലൻ എന്ന് പറയുന്ന വോയിസാണ്. ഇപ്പോൾ നിലവിൽ ഈ സ്പീക്ക് എഞ്ചിനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അലൻ എന്ന് പറയുന്ന വോയിസ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു വോയിസാണ്. അത് നല്ലൊരു വോയിസാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നേരിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം RHOS നമുക്ക് രണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അലോഡ് പെർമിഷൻസ് അതിലെന്തൊക്കെയാണ് അതിൽ അലോഡ് ചോദിക്കും, അലോ കൊടുക്കണം എന്ന സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം. Hand cricket. Yellow dish cat long live maps phone for play race RH settings. Smart settings. അപ്പോൾ സെറ്റിങ്സിനകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ സാധാ ഫോണിൻ്റെ സെറ്റിങ്സിനകത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സെർച്ച് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അക്സസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടത്. New notification close button. Network and connect apps battery display sound storage permission location account accessibility screen readers display interaction accessibility. ഓക്കെ, അപ്പോൾ അക്സസിബിലിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആപ്പിനകത്ത് പോയിട്ടാണ് ഇന്നലെ ET എലക്വൻസ് സെറ്റ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി മുമ്പ് പെർമിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എടുക്കേണ്ടത് അക്സസിബിലിറ്റി ഇപ്പോൾ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് സ്പീച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് പോകാൻ പോകുന്നത്. Search setting volume key down level text issue live track sound amplify sound screen select talk back of text to speech output text to speech output. ഓക്കെ, ടെക്സ്റ്റ് സ്പീച്ച് ഔട്ട്പുട്ടിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റ് സ്പീച്ച് ഔട്ട്പുട്ടിൽ കയറി ഇനി നമുക്ക് നോക്കാം. Navigate up text to speech output search settings. ഇവിടെ ഒരു സെർച്ച് സെറ്റിങ്സ് കാണാം, ഇത് ആവശ്യമില്ല. Preferred engine eSpeak NG. യെസ്, പ്രിഫേർഡ് എഞ്ചിൻ eSpeak NG. അപ്പോൾ പ്രിഫേർഡ് എഞ്ചിനിൽ ഞാൻ കയറാൻ പോവാണ്. Preferred engine. ഓക്കെ, പ്രിഫേർഡ് എഞ്ചിൻ ഞാൻ ഇപ്പോൾ കയറി. Navigate up button. ഇനി നമുക്ക് നോക്കാം. Preferred engine search settings. ഇവിടെയും ഒരു സെർച്ച് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, ഇത് ആവശ്യമില്ല. Google text to speech engine unchecked. ഗൂഗിൾ ടെക്സ്റ്റ് സ്പീച്ച് എഞ്ചിൻ അൺചെക്ക്, കാരണം അത് അൺചെക്ക് ആണ്. RH voice unchecked. യെസ്, RHOS നമ്മുടെ പ്രധാനപ്പെട്ട എഞ്ചിനാണ്. നമുക്കിതിൽ ചെക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ജീസസ് സ്ക്രീൻ റീഡറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇത് ടോട്ട് ബാക്കൊക്കെ ആണെങ്കിൽ നോട്ടിക് റേഡിയോ ബട്ടൺ എന്നൊക്കെ പറയത്തുള്ളൂ. പക്ഷേ ഇത് അൺചെക്ക് അല്ലെങ്കിൽ ചെക്ക് എന്നൊക്കെ പറയത്തുള്ളൂ. ഇപ്പോൾ ജീസോ, അപ്പോൾ ഞാൻ RHOS ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എന്താ പറഞ്ഞത്? അറ്റൻഷൻ. ഇവിടെ നമ്മൾ ഏതൊരു എഞ്ചിൻ TTS എഞ്ചിൻ സെലക്ട് ചെയ്താൽ ഇവിടെ കുറേ കാര്യങ്ങൾ പറയാതെ നമുക്ക് നോക്കാം. This speech synthesis engine may be able to collect all the text that will be spoken, including personal data like passwords and credit card numbers. It comes from the RH voice engine. Enable the use of this speech synthesis engine. ഓക്കെ, അപ്പോൾ നമുക്ക് Cancel button. ഇവിടെ ക്യാൻസൽ ബട്ടൺ ഉണ്ട്, OK button. ഓക്കെ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓക്കെ ബട്ടൺ കൊടുക്കാൻ പോകണം. Preferred engine. Navigate up button. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ആപ്പിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ സ്പീച്ച് റേറ്റ് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്പീച്ച് റേറ്റ്
കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. Smart voice unchecked. കണ്ടോ? Navigate up button. എന്താണ് ഇപ്പം ഇത് പണ്ട് ഞാൻ ആദ്യമൊക്കെ ടോട്ട് ബാഗ് ഇട്ടിരുന്ന സമയത്ത് ഈ 6 ചോയ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്പീഡ് കൂട്ടി ഉപയോഗിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്പീച്ച്, അതായത് ടോക്ക് ബാക്കിൻ്റെ സ്പീഡല്ല, 6 ചോയ്സിൻ്റെ സ്പീഡ് മാത്രം നമുക്ക് കുറച്ചിടാൻ പറ്റും. അപ്പോൾ അത് Preferred engine. Search settings. അപ്പോൾ ഇങ്ങനെയാണ് 6 ചോയ്സ്. കണ്ടോ, ഇതാണ് അലൻ്റെ വോയിസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. Preferred engine. Search settings. അപ്പോൾ ഇങ്ങനെയാണ്. Notification shade. With do auto back italic star maker star maker form star make YouTube to Google T as pop stop. അപ്പോൾ ഇങ്ങനെയാണ് 6 ചോയ്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മൾ 6 ചോയ്സ് സെറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു TTS എൻജിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. Tools stop.